നന്മ നമുക്ക് ഇവിടെ എത്ര നന്മയൊന്നുമില്ല, തമിഴ്നാട്ടിൽ ഭയങ്കര നന്മയാ. നല്ല രസമുണ്ടായിന്, അതുകൊണ്ടാണ് അങ്ങനെ. ഒന്നാം നമ്മ എല്ലാരും അടുത്തല്ലേ, മൂന്നാളും അടുത്തല്ലേ. Hey guys, welcome back. വീണ്ടും ഞങ്ങൾ പുതിയ സിനിമയായി നമ്മ ഒരു ഓർഡർ റെക്കോർഡ് ചെയ്ത് നമ്മ ശിവന്റെ തലയാണെന്നില്ല, അതുകൊണ്ട് നമ്മൾ റീടേക്ക് ചെയ്യാണ്. നമ്മൾ ഈ വീക്കില് പുതിയ പടം കാണാൻ നിന്നു, പക്ഷെ ഫസ്റ്റ് ഡേ വരാൻ പറ്റിയിട്ട. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്ക് അതിന്റെ റെസ്പോൺസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു ഇതിന് പോണ്ട. ഫസ്റ്റ് ഡേ വരാൻ അറിഞ്ഞുകൊണ്ട് മണ്ടന്മാരാവുന്ന ശരിയല്ല. എന്നിട്ട് നമ്മ കഴിഞ്ഞ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുന്ന നമ്മ അങ്ങനെ മൈൻഡാക്കല വീഡിയോ 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 സബ്സ്ക്രൈബേഴ്സ് ആണ് സൈഡിലെക്കുന്നുണ്ട് കുറച്ചാള് അങ്ങനെ വരുന്നുണ്ട്. അപ്പോ എന്ത് പടത്തിന്റെ പേര് ഡ്രാഗൻ. ഡ്രാഗൻ കുഞ്ഞി, ഡ്രാഗന്റെ കുഞ്ഞി ഉണ്ട്, കുട്ടി ഡ്രാഗനും ഉണ്ട്. പടം കിടിലം പടം, ചിരിക്കാനുണ്ട് കൊറേ. പായസം ചിരിച്ചിരിച്ച് ഇപ്പുറത്തില്ല ആള് വരുന്ന ഒച്ചയാക്കി മിണ്ടാതിക്കിടാന്ന് പറയുന്ന ലെവലിലേക്ക് നല്ല രസമുണ്ടായിന്, അതുകൊണ്ടാണ് അങ്ങനെ. ഒന്നാം നമ്മ എല്ലാരും അടുത്തല്ലേ, മൂന്നാളും അടുത്തല്ലേ ആ സീറ്റിന്റെ നമ്മ ശാന്തിയില വന്ന അപ്പൊ ഇവിടെ കുറച്ച് അടുത്താണല്ലോ. ശാന്തി തിയേറ്ററാണ്. നമ്മ ബ്ലോഗ് തുടങ്ങിട്ട് ആദ്യമായിട്ടല്ലേ അടുത്തേക്ക് വരുന്നത്. ഞാൻ പലപ്പോഴും പറയലുണ്ട് അടുത്തേക്ക് വരണം. നമ്മ കോളേജിൽ നിന്ന് എപ്പം ഇങ്ങോട്ടേക്ക് എടുത്ത് ഇല്ലല്ല, ഞാൻ ഒറ്റക്കലം വരുന്നില്ല. എന്തിന്റെ സൂര്യനെ പടത്തില്ല, ഒറ്റക്ക് അല്ല മറ്റേ നീമ്പോളിരെ കൊറേ പടത്തിന് വന്നില്ല ഒറ്റക്ക്. ഞാൻ പോക്കില്ല ഒറ്റക്ക്, ആവൂല ഒറ്റക്ക്. ഒരു ഫുഡ് കഴിക്കാനും സിനിമക്കും ഒറ്റക്ക് പോകുന്നവർക്ക് ജീവിതത്തിൽ എന്ത് സാധിക്കും? ഒറ്റക്ക് പോകാനും പറ്റും, എക്സ്പീരിയൻസ് ചെയ്യണ്ടല്ലോ എല്ലാത്തിനും. ഇങ്ങനെ ചിരിക്കാനും പറ്റൂല ഒറ്റക്ക് വന്നാൽ. പടത്തിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഒരു കോളേജ് ലൈഫ്. നമ്മുടെ തമിഴ്നാട്ടിലെ മറ്റേ വിനീതിന്റെ ഒക്കെ സിനിമ പോലെ, വിനീത് ശ്രീനിവാസന്റെ നാടനെ യോജിച്ച ഒരു കഥാരീതിയാണ്. പ്രദീപ് മറ്റേ നായിക മൂന്ന് നായികയുണ്ട്. ഇവാനാണ്, അതെല്ലാവർക്കും അറിയാം ഓൾറെഡി. അതെയാ വീടെല്ലാം വന്നിട്ടുണ്ടായി. പ്രദീപ് മറ്റേ ലവ് ടുഡേ പോലത്തെ ഒരു രക്ഷയില്ല സിനിമയുടെ കാസ്റ്റിംഗ്. അല്ല അതന്നെ കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞ പ്രദീപിന് പറ്റിയ പടം. അല്ല ലവ് ടുഡേ എല്ലാരും ഒരേപോലെ കോളേജിൽ നിന്ന് അഭിനയിച്ചതും ആ സെക്കൻഡ് ഹാഫിൽ ഇരുന്ന ചെക്കനോ പറഞ്ഞ ആ ചെക്കനില്ലേ കുട്ടി ഡ്രാഗൻ, ആ കറക്റ്റ് കാസ്റ്റിംഗ് അത്. പിന്നെ ലാസ്റ്റ് വരുന്ന അവരും ഇടയ്ക്ക് മലയാളത്തിന്റെ നമ്മളെ ചില മലയാളത്തിലെ പാട്ടും പ്രേമത്തെ പാട്ടെല്ലാം വരുന്നുണ്ട്. മലരയിലെ പാട്ട് പറയട്ടോ. അല്ല മോന് പറ്റിയ കഥയാന്ന് പറഞ്ഞ ഇത്. ചെങ്ങ മറ്റേ കോമാളി പറഞ്ഞ തമിഴ് പടം കണ്ടിട്ടില്ല, അതിന്റെ ഡയറക്ടറാണ് ചെങ്ങയാന്നിത്. ചെങ്ങ ഇപ്പം അഭിനയത്തിലേക്ക് വന്നു, മനോഹരായിട്ടുണ്ട്. ഡയറക്ടറാ. കോമളി പടം കണ്ടില്ല, പടം അറിയത്തില്ല. ലാസ്റ്റ് എൻഡിങ് ഇഷ്ടപ്പെട്ടിട്ട് എൻഡിങ് കുറച്ച് ഇമോഷൻ ആക്കി. അതൊരു പടം അതിന്റെ ആവശ്യമില്ലാത്ത പോലെ തോന്നിയല്ലേ, അതില്ലാതെ ഒരു ഹാപ്പി ആയിട്ട് ഒരു സംഭവം. അങ്ങനല്ല ഹാപ്പി എൻഡിങ്, ഇത് പക്ഷെ സാഡ് എൻഡിങ് ആയി പോയി ലാസ്റ്റ്. അത് അവർക്ക് എൻഡ് ആണ്. പിന്നെ ഇത് തമിഴ് പടത്തില് അത് കോമൺ ആണ്, കൊമേഴ്ഷ്യൽ സിനിമയല്ലേ. അപ്പൊ കുറച്ചൊരു ഇതാക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു ഇമോഷൻ കൂടെ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല, കാണുന്നില്ലേ, നന്നായിട്ട് തോന്നിട്ടില്ല, മോശമായിട്ട് തോന്നിയില്ല. അത് നമ്മ എക്സ്പെക്ട് ചെയ്താ. മോശമല്ല, രണ്ട് ഭാഗമുണ്ട്, അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. അങ്ങനത്തെ രണ്ട് പോസിബിൾ. അതായത് നായകനും വില്ലനും ആ ഹീറോ ഇവര് പറയുന്നത് പോസിബിലിറ്റി. ശരിക്കും ആ ഫസ്റ്റത്തെ പോസിബിൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റേ ഹാപ്പി എൻഡിങ്ങിൽ പോയിട്ട് ഇങ്ങനെ അതെല്ലാവർക്കും ഒരു ഫീൽ ഗുഡ് പടം. ഇവന്റെ ത്യാഗം ചെയ്യുന്ന ഇവൻ സ്വന്തം ഫസ്റ്റ് ഹാഫ് ഭയങ്കര സീനും, പിന്നെ ലാസ്റ്റ് ഇത്ര നന്മയൊന്നും ഇല്ല. ഇവന്നെ എല്ലാം ചെയ്യുന്നു, ഇവന്നെ ലാസ്റ്റ് മറ്റേ അപ്പോളജൈസും ചെയ്യുന്നു. അത് മോശമായി പോയത്. നന്മ നമുക്ക് ഇവിടെ ഇത്ര നന്മയൊന്നുമില്ല, തമിഴ്നാട്ടില് ഭയങ്കര നന്മയാ. പിന്നെ ഇപ്പൊ മറ്റേതുണ്ട്
സിനിമ വയലൻസ് കണ്ടിട്ട് പിള്ളേരെല്ലാം ചെയ്യുന്നത്. അത് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരും മീഡിയക്കാരെ ചർച്ച ചെയ്യാണ് വീട്ടിൽ. സിനിമ കണ്ടിട്ട് വേറെ ഒരു ചരപ്പൂല. അതല്ല, ഉണ്ണിമുഖന്റെ മാർക്ക് ഇറങ്ങിയ പാടും എല്ലാരും ഭയങ്കര ചർച്ചയായിരുന്നു. ഗെറ്റ് സെറ്റ് ബേബി ഇറങ്ങിയിട്ടും ആരും ചർച്ച നല്ല പടം ഇറങ്ങിയാലും ആൾക്കാർ ചർച്ച ചെയ്യും അല്ലേ, ഇതെന്താ കേരളം ഇവര് ആടെ ഇരുന്ന് കുളുകുളാക്കുന്നല്ലോ. കേരളം ഇപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നത്? കേരളം ഇപ്പം ക്രൈം റേറ്റ് എല്ലാം എല്ലായിടത്തും ഉണ്ട്. ഇതെന്താ വെച്ചാല് ഇവരിങ്ങനെ കൊട്ടിയതാ. അല്ല ഇപ്പൊ ഇവര് കേരളം എന്തോ വേറെ ഏതോ ഒരു വലിയ ഒരു സംഭവം കണക്കെ അല്ല, എല്ലായിടത്തും ക്രൈമും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തില് മറ്റേ കേരളത്തിൽ എന്താ നടന്നാലും മറ്റേ വിബുദ്ധ കേരള പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞി. അപ്പൊ പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല. എല്ലായിടത്തും ക്രൈമും കാര്യങ്ങളും. കേരളം നല്ലൊരു കേരളം, ഒരു വിജൃംഭിച്ചൊരു കേരളം. അങ്ങനെയാണ് ഈട മാത്രം അങ്ങനെ നടക്കാൻ പാടില്ലാന്ന് വരും. അല്ല നടക്കണമെന്നല്ല, ഈട് നടക്കുന്നുണ്ടല്ലോ. അല്ല, ഒരു കാര്യം കിട്ടി അത് ഭയങ്കര കൊട്ടി ആഘോഷിക്കുന്ന എന്നിട്ട് അതല്ല ലാസ്റ്റ് എന്ത് കൊണ്ടിട്ട് ലാസ്റ്റ് സിനിമയുടെ ഒരട്ടിക്ക് വിളിച്ചോ എല്ലാത്തിനും കാരണം ഇവിടെ അഴിമതി നടന്നാലും അത് മറ്റേ സിനിമ കണ്ടിട്ടാണ്. അത് മറ്റേ സിനിമ ഇവിടെ മറ്റേ കഞ്ചാടി അത് മറ്റേ സിനിമ കണ്ടിട്ടാണ്. മാർക്കോ ഇപ്പം മാർക്കോ എല്ലാത്തിലും സത്യം ഇപ്പൊ എന്ത് ചെയ്താലും മാർക്കോന്റെ ആൾക്കാണ്. ഇവര് തന്നെ സിനിമ ഇറങ്ങുമ്പോ അങ്ങനത്തെ ഒരു പടം ഇറക്കി. അല്ല, ഈ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ആവുന്നവരെ അങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ അത് അവർക്ക് സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിട്ട്. ഇപ്പൊ പണ്ടാണെങ്കിൽ നോവല് കണ്ടിട്ട് വേണമെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ആവാലോ. അത് ഒരു കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ആവുന്നവരെ കുഴപ്പമാണ്. സിനിമ പടയില് നല്ലുണ്ട്. എന്റെ റേറ്റിംഗ് ഒരു 5ല് 4.1. റേറ്റിംഗ് കൊടുക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മനസ്സിലാവും. വേണ്ട വേറൊന്നുമില്ല, പിള്ളേർ ഫോളോ ചെയ്യാം നമ്മളെ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. കുറെ നാളെ നമ്മൾ 200 വെച്ച് അടക്കുന്നത്. നിങ്ങള് ചെയ്യാത്തോണ്ടാണ്. കാണുന്ന ആളെല്ലാം ചെയ്യുക. നമുക്ക് 1K ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യുക. നമ്മള് വീഡിയോ കാണുന്ന ആളെല്ലാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്തോട്ടില്ലേ വേറെ. അടുത്ത കാണുന്നവരെ